ബോട്ടിങ് കഴിഞ്ഞപ്പോൾ 200 രൂപയ്ക്ക് അവർ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തോട്ടെ. ഇനി അടുത്ത പരിപാടിക്ക് തുടങ്ങണേക്കാട്ടിലും മുന്നേ ഞങ്ങളൊരു ചായപ്രാന്തുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെയും പോരാത്തതിന് ഞാനും പെൻസനും പെടൽ ചവിട്ടി ക്ഷീണിച്ച കാരണം ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറും ചായ കുടിച്ചാൽ പോരല്ലോ, അവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഓരോ ബ്രെഡ് ഓംലേറ്റ് മേടിച്ചിട്ട് അമ്മയ്ക്ക് ഇത് വലിയ പിടുത്തില്ലാത്ത കാരണം അമ്മ കോൺ പുഴുങ്ങിയതാണ് കേട്ടോ മേടിച്ചത്, അതായത് നമ്മുടെ ചോളംപൊരി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. ഇതിങ്ങോട്ട് ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നെങ്കിലും കയറുമ്പോൾ തീരെ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. കോക്കേഴ്സ് വർക്ക് ഉണ്ട് നമ്മുടെ അടുത്ത ലൊക്കേഷൻ. അവിടെ എത്തിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് എൻ്റെ നിന്ന് കളഞ്ഞു പോയതായിരുന്നു. പിന്നെ ഞാൻ മേടിക്കാൻ മുതിർന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അത് മേടിച്ചു കേട്ടോ ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെർച്ച് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് കണ്ടാൽ പോയിരിക്കുന്നത്. ആ പെടൽ ചവിട്ടിയൊക്കെ കാലൊക്കെ ഒന്ന് നിവർത്തി വയ്ക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു, തണുപ്പ് കൂടും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ട് ഈ കറങ്ങിത്തിരിക്കുന്ന സാധനം എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് ചലിപ്പിച്ചെങ്കിലും ഞാൻ അടിപതറാതെ എഗ് നൂഡിൽസും പൊറോട്ടയൊക്കെയാണ് കഴിച്ചത്. ഞാനും മനസ്സിനും ഷെയർ ചെയ്തിട്ടാണ് പൊറോട്ട കഴിച്ചത്. അങ്ങനെ നല്ല പോലെ ചൂടുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബോഡി ഒന്ന് ഹീറ്റായി തുടങ്ങിയിട്ടാണ്. അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. ചെക്കൻ്റെ നല്ല ഉറക്കമായിട്ടാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരെ. ബൈ ബൈ.